ഇവരുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ എനിക്ക് അത് നിങ്ങളുടെ ഫസ്റ്റ് പടത്തിൽ തന്നെ അച്ഛനായിട്ടുള്ള വേഷം ഭയങ്കര ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ കൈ നീട്ടിയ സിനിമയാണ് ഫാലിമി. അതെ. ഇപ്പോൾ ഈ പരിവാറിലേക്ക് എത്തിക്കഴിയുമ്പോൾ വീണ്ടും ജഗദീഷ് ചേട്ടൻ്റെ കൂടെ എത്തുകയാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് ജഗദീഷ് സാറാണ്. ഈ സംവിധായകർക്ക് എൻ്റെ പേര് പറഞ്ഞത്, എന്നെ വിളിക്കുന്നു പറഞ്ഞത്, അത് സാറിനോട് പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ വിളിക്കും. അതായത് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് ജഗദീഷ് സാറാണ്. അല്ലാണ്ട് ഇവർക്ക് എന്നെ പരിചയമില്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫാലിനി ഈ പറഞ്ഞ പോലെ 10-35 ദിവസം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ഇവിടെയും 10-30 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. അത് സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. സാറും പുസ്തക വായനക്കാരനാണ്, നാടക സ്നേഹിയാണ്. സാർ അഭിനയിച്ച നാടകത്തിൽ ഡയലോഗുകളൊക്കെ ഇപ്പോൾ വയലാ വാസുദേവൻ പിള്ള സാറിൻ്റെ കൂടെ അഭിനയിച്ച ഡയലോഗുകളൊക്കെ ഞങ്ങളോട് ഇരുന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊടുക്കൽ വാങ്ങലുണ്ട്. പിന്നെ ഇന്ദ്രൻസ് ചേട്ടന് സാറുമായിട്ടും ഒരു ബന്ധമുണ്ട് കേട്ടോ. എൻ്റെ ഈ ഫാലിമിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് അർച്ചന 31 നോട്ട് ഔട്ട് എന്നൊരു സിനിമയിൽ ഒരു ശ്രദ്ധേയമായ വേഷമായിരുന്നു. സിനിമ അധികം ഓടിയില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമയിൽ അഭിനയിച്ചു. ഈ സിനിമയ്ക്ക് മുമ്പ് അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങാനിരിക്കുന്ന മറ്റൊരു സിനിമയുണ്ട്, ആനീസ് കേക്ക്. അതിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലെങ്കിലും രേഖാചിത്രത്തിലും ഞങ്ങൾ മൂന്ന് പേരും ഉണ്ട്. കോമ്പിനേഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ വന്നു പെട്ടു. ഈ സിനിമയുടെ കഥ വേണേൽ വിഷയം തിരുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടാകാം ആളുകൾ, ഈ പറഞ്ഞ പോലെ ധനത്തിനോടുള്ള അർത്ഥം. പക്ഷേ ഇതിൻ്റെ സമീപനം വേറെയാണ്. അതാണ് ഈ സിനിമയുടെ എന്നെ ആകർഷിച്ച ഘടകം. മറ്റു പലരും പറഞ്ഞു പോയ വിഷയം ഇവർ സമീപിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ഈ വിഷയത്തിൽ ഇങ്ങനൊരു സമീപനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ആസൂത്രണമൊക്കെ അവർക്കുണ്ടായിരുന്നു. പിന്നെ 2 കുട്ടികളും കാര്യങ്ങളിതൊക്കെ ആണെങ്കിലും സാറ് പറയുന്ന പോലെ ജഗദീഷ് സാർ പറഞ്ഞില്ലേ, അവർ നമ്മളോട് സൗമ്യമായിട്ടാണ് പറയുന്നതെങ്കിലും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ ഷോട്ട് എങ്ങനെയായിരിക്കണം, അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, അതവർ നമ്മളോട് ഈ പ്രാവിനെ പിടിക്കുന്ന പോലെ പിടിക്കുന്നവർ. മുറുക്കി പിടിച്ചാൽ ചിലപ്പോൾ പ്രാവ് ചത്തുപോകുന്നുള്ള കരുതി. പക്ഷേ അവരുടെ പിടുത്തം ഉണ്ട്, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം അവരുടെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ കയ്യിലെ ടൂൾസായിരുന്നു. കറക്റ്റ്. വലിയ ഉദാഹരണം കേട്ടോ, ഏറ്റവും നല്ല ഉദാഹരണമാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാം സംവിധായകരുടെ കയ്യിലെ ടൂൾസ് ആയിരുന്നു. ജഗദീഷ് ചേട്ടൻ നേരത്തെ ആ നൂലിൽ പിടിച്ചു പോകുമായിരുന്നു. അതിൻ്റെ ഒരു സാധനമാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ അതെ അതെ. കാരണം വെച്ചെന്നാൽ ഇതിൻ്റെ നമ്മൾ പല തീമും കേൾക്കുമ്പോൾ അത് ഇത്രയും മതിയോ, അത് കുറച്ചുകൂടെ ഇന്ന രീതിയിൽ പോകേണ്ടതല്ലേ, കഥാഗതി ഇങ്ങനെ പോയാൽ നന്നായിരിക്കില്ലേ എന്ന ചോദ്യത്തിനൊക്കെ അവരുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ വേണ്ട, അങ്ങനെ പോകേണ്ട കാര്യമില്ല, ഈ കഥ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ ഇതാണ്, അവരുടെ മനസ്സുകൾ സഞ്ചരിക്കുന്ന ഈ രീതിയിലാണ്, ഓരോ കഥാപാത്രങ്ങളും ഞങ്ങൾ നിർവചിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അതിൽ കൂടുകയും വേണ്ട കുറയുകയും വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള ആ കഥാപാത്രമായിട്ട് തന്നെ അഭിനയിച്ചാൽ മതിയെന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഫോളോ ചെയ്തു. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. കറക്റ്റ് നിങ്ങൾ ചെയ്തു. ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സിനിമകൾ കാണുമ്പോൾ, നാടകങ്ങൾ കാണുമ്പോൾ, കഥകൾ വായിക്കുമ്പോൾ ചില യുക്തിക്കും നിരക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് തോന്നും പ്രേക്ഷകൻ, അല്ലെങ്കിൽ വായിക്കുന്നതാണ്. അതെങ്ങനെ ശരിയായല്ലോ, അതെന്താ അങ്ങനെ വന്നതെന്ന് ചോദ്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ കഥ ശ്രദ്ധിച്ചപ്പോൾ, ഇവർ പറഞ്ഞു വന്നപ്പോൾ, തിരക്കഥ നമ്മൾ ഷൂട്ട് നിൽക്കുമ്പോൾ ഈ കഥ യുക്തിഭദ്രമായൊരു കഥ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം കഥാകൃത്തുക്കളുടെ പേര് വരരുത്. കാരണം അത് ഈ യുക്തിഭദ്രമായിട്ടാണ് ഓരോ നീക്കവും, ഓരോ സംഭവങ്ങളും, ഓരോ കഥാപാത്രങ്ങളുടെ ഡെവലപ്മെൻറ്റും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു യുക്തിഭദ്രമായ കഥ, അത് രസകരമായി അവർ സമീപിച്ചിട്ടുമുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.